നമ്മുടെ IBO2ൻ്റെ 6ാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് എൻട്രി ഡിസിഷൻ. കഴിഞ്ഞ യൂണിറ്റിൽ എങ്ങനെ ഒരു മാർക്കറ്റിനെ സെലക്ട് ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഇവിടെ ഒരു മാർക്കറ്റിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് നമുക്കത് കൊണ്ടുപോയിട്ട് മറ്റൊരു രാജ്യത്തെ ഒരു മാർക്കറ്റിൽ സെയിൽ ചെയ്യണം, കച്ചവടം ചെയ്യണം. ഒരു മാർക്കറ്റിലേക്ക് നമ്മളെ പ്രൊഡക്റ്റുമായിട്ട് എങ്ങനെ ഇറങ്ങാം? ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇറങ്ങുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു വിദേശ മാർക്കറ്റ് നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഒരു UAE കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് കൊണ്ടുപോയിട്ട് വിയറ്റ്നാമിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യണം. അതിന് നമുക്ക് 5 മെത്തേഡുകൾ പറയുന്നുണ്ട്. മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഫോറിൻ മാർക്കറ്റ്സ്. ഇത് കുറച്ച് പ്രധാനപ്പെട്ടതാണ്, പഠിച്ച് പോകാവുന്നതാണ്, സിമ്പിളാണ്. ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമുക്ക് ആലോചിച്ച് ചെയ്താനേ ഉള്ളൂ. ഒന്ന് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. ഡയറക്റ്റ് എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയിലൊരു ഇടനിലക്കാരനൊന്നും വെക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് അതിൻ്റെ നിയമങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും അവിടെ അത് സ്വീകരിക്കാൻ ആളുകളും അവിടെ അത് വിൽക്കാനുള്ള നമ്മളെ ആൾക്കാരും എല്ലാം ഹൈ റിസ്ക്കാണ് ശരിക്കും ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. അതായത് നമ്മുടെ ഇൻ്റർമീഡിയറ്റിനെ വെക്കുന്നില്ല എന്നർത്ഥം. ഓക്കെ, അതായത് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് മറ്റൊരു മെത്തേഡാണ്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടാവും, അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ പ്രൊഡക്റ്റ് അവരെ കയ്യിൽ കൊടുത്താൽ ഒരു നിശ്ചിത ക്യാഷ് അവർ നമ്മൾ ലാഭം നമുക്ക് വന്നിട്ട് ബാക്കി അവരെന്താ വെച്ചാൽ ചെയ്തോളും. പക്ഷെ അതല്ലാതെ ഡയറക്റ്റ് നമ്മൾ തന്നെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് സെല്ല റിസ്ക് കൊടുത്ത് എത്തിച്ച് അവിടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന രൂപമാണ്. ഇതാണ് ഏറ്റവും റിസ്ക് ഉള്ള കാര്യവും പക്ഷേ ഏറ്റവും പ്രോഫിറ്റബിളും ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആണ്. നല്ല കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഉള്ള, അതായത് തൻ്റെ കോമ്പറ്റീറ്റേഴ്സിനോട് പിടിച്ചു വെക്കാൻ അത്രയും കഴിവുള്ള ആളുകൾക്കാണ്, അതേപോലെ ഹൈ എക്സ്പെൻസും ഒക്കെ ബിയർ ചെയ്യാൻ കഴിവുള്ളവർക്കാണ് ഈ ഒരു ഡയറക്റ്റ് എക്സ്പോർട്ടിങ് കഴിയുക. അവരതിനായിട്ട് പ്രത്യേക ഒരു എക്സിക്യൂട്ടീവിനെ വെച്ചിട്ട്, ഒരു എക്സ്പേർട്ടിനെ വെച്ചിട്ട് പിന്നെ അവർ ഡയറക്റ്റ് തങ്ങളുടെ പ്രൊഡക്റ്റ് വിദേശ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ കുറേയൊക്കെ സിമ്പിളാണ്. കാരണം ഓൺലൈൻ മാർക്കറ്റിംഗ് വന്നതുകൊണ്ട് പിന്നെ ഇവിടുന്ന് കൊറിയർ സർവീസുകളൊക്കെ ഇൻ്റർനാഷണൽ നിലക്കുള്ള കൊറിയർ സർവീസുകളുണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ടിങ് വളരെ സിമ്പിളാണെന്ന് പറയാം. പക്ഷേ ഓഫ്ലൈനിൽ ഇത് വളരെ പ്രയാസമാണ്. ഓൺലൈനായി വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ സിമ്പിളാണ് എന്ന് പറയാം. നെക്സ്റ്റ് സെക്കൻഡാണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വിദേശ രാജ്യത്ത് വിൽക്കാൻ നമ്മൾ ഫ്രാഞ്ചൈസികളെ തുടങ്ങാം. വിദേശ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ഈസി കുക്ക് ഇറക്കുന്ന ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അവർക്ക് ഇത് വിദേശത്ത് കൊണ്ടുപോയിട്ട് വിൽക്കണം, വിയറ്റ്നാമിൽ കൊണ്ടുപോയിട്ട് അത് വിൽക്കണം. അതിന് അവിടെ ഇതുപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ടീമിനോട് ആയിട്ട് അവരോട് പറയാം നമ്മുടെ ഈസി കുക്ക് വിൽക്കാൻ അവർക്ക് സമ്മതം കൊടുക്കാം. നമ്മൾ ഹൈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. ചെയ്തിട്ടൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി കഴിഞ്ഞതിന് ശേഷം അവിടെ ഈസി കുക്ക് വിൽക്കാൻ അവർക്ക് നമ്മൾ ലൈസൻസ് കൊടുക്കുക. നമ്മുടെ ഫ്രാഞ്ചൈസി ആയിട്ട് അവരോട് അവിടെ പ്രവർത്തിക്കാൻ പറയാം. അപ്പോൾ നമ്മളെ ഉത്തരവാദിത്തം ഇവിടുന്ന് സാധനം അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ മതി. അവർക്ക് അവിടുന്ന് അത് സെയിലാക്കി നമുക്ക് നിശ്ചിത ശതമാനം കമ്മീഷൻ കൊടുത്തു തരും. അപ്പോൾ നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി ആക്കിയിട്ട് അവരവിടെ തുടങ്ങും. നമുക്ക് ജസ്റ്റ് അവർക്ക് സമ്മതം കൊടുക്കുക, നമ്മളെ ബ്രാൻഡ് ഉപയോഗിക്കും. ഇത് ഏറ്റവും വളരെ റിസ്ക് കുറഞ്ഞ ഒരു മെത്തേഡാണ് ഫ്രാഞ്ചൈസിങ്. കാരണം മാനുഫാക്ചറർക്ക് അല്ലെങ്കിൽ ഒറിജിനൽ കമ്പനിക്ക് ഒരു റിസ്ക്കുകളൊന്നുമില്ല. സർവ്വ റിസ്ക്കും ഈ ഫ്രാഞ്ചൈസി ഏറ്റെടുത്തോളും. അവർക്ക് സെയിലുണ്ടാക്കൽ അവരുടെ കടമയാണ്. ഒരു നിശ്ചിത ഫിക്സഡ് എമൗണ്ട് വർഷത്തിൽ ഇത്രയെന്നോ അല്ലെങ്കിൽ സെയിലിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നോ ഏതെങ്കിലും തരത്തിൽ നോർമൽ രീതിയിൽ ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അത് കമ്പനിക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. നെക്സ്റ്റാണ് ജോയിൻറ്റ് വെഞ്ചർ. നമ്മൾ മറ്റൊരു ഫോറിൻ വെഞ്ചർ സ്ഥാപനവുമായിട്ട് ജോയിൻ ചെയ്യാം. മുൻകാലത്ത് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്ന ഹീറോൻ്റെ കൂടെ ഹോണ്ട വന്ന് ജോയിൻ ആയിരുന്നു, അല്ലെങ്കിൽ തിരിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ മാരുതിൻ്റെ കൂടെ നമ്മുടെ ടൊയോട്ട ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു വിദേശത്തുള്ളൊരു കാറിന് ഇന്ത്യയിൽ വന്നിട്ട് സെയിൽ നടത്തണമെങ്കിൽ, ഇപ്പോൾ സുസുക്കി ഇന്ത്യയിലേക്ക് വന്നതെങ്ങനെ, ഇന്ത്യയിലെ മാരുതിയുമായിട്ട് ടൈപ്പായിട്ട് അവർ രണ്ടു കൂട്ടരും കൂടി ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കി. അങ്ങനെ ഇന്ത്യയിലെ മാർക്കറ്റ് മൊത്തം അവർ പിടിച്ചടക്കി. ഇപ്പോൾ മാരുതിനെ പതുക്കെ തട്ടി സുസുക്കി മാത്രം ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ഥാപനം വിദേശത്ത് തുടങ്ങണമെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റ് അവർ സെയിൽ ചെയ്യണമെങ്കിൽ ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെഞ്ചർ, ഒരു സ്ഥാപനമായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് രണ്ടു കൂട്ടരും കൂടി നടത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. അവരതിൽ എക്സ്പേർട്ടായ ആൾക്കാരല്ലേ. അവർക്കും മെച്ചാണ്. നമ്മളെ കയ്യിലെ പുതിയ ടെക്നോളജീസും പുതിയ പ്രൊഡക്റ്റും ഒക്കെ അവർക്ക് കയ്യിൽ കിട്ടും. ഇപ്പോൾ സുസുക്കി ഇന്ത്യയിലേക്ക് വന്നതോട് കൂടിയിട്ട് മാരുതിക്ക്
പിന്നെ സുസുക്കിൻ്റെ ഉള്ള ടെക്നോളജിയും അവരുള്ള ഡിസൈനേഴ്സും അവരുള്ള അസറ്റുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റി. എന്നാൽ മാരുതിക്ക് ഈ നാട്ടിലുള്ള മാർക്കറ്റ് ഷെയറുകളും ഇവിടുത്തെ പിന്നെ ജനങ്ങളെ പറ്റിയുള്ള അറിവും കസ്റ്റമേഴ്സിനെ പറ്റിയുള്ള നോളജും കസ്റ്റമേഴ്സ് അതിനെ മാരുതിക്കുള്ള ആ ഒരു ആക്സെപ്റ്റൻസ് അതൊക്കെ സുസുക്കിക്ക് ഒറ്റയടിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ സുസുക്കിൻ്റെ ബൈക്കുകൾ സെയിലാവുന്നതിലപ്പുറം സുസുക്കിൻ്റെ കാറുകൾ സെയിലാവുന്നത് അത് മാരുതിയോട് ടൈപ്പായിട്ട് ചെയ്തുകൊണ്ടാണ്. അതാണ് ജോയിൻറ്റ് വെഞ്ചർ. നെക്സ്റ്റ് സ്ട്രാറ്റജിക് അലിയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക്കലി ആയിട്ടുള്ള ഒരു ലയനം, മറ്റൊരു കമ്പനിയുമായിട്ട് നമ്മൾ ലയനം നടത്തുക. ഈ അലിയൻസും ജോയിൻറ്റ് വെഞ്ചറും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ. ജോയിൻറ്റ് വെഞ്ചർ എന്നാൽ രണ്ടും ജോയിൻ്റ് ആയിട്ട് രണ്ടും ചെറിയൊരു സെപ്പറേഷൻ അതിൽ കാണും. അലിയൻസിൽ നോർമൽ ഗതിയിൽ തന്നെ സെപ്പറേഷൻ കാണും. സ്ട്രാറ്റജിക്കൽ ലയനം രണ്ട് സ്ഥാപനങ്ങൾ ഒന്ന് യോജിച്ചിക്കുക, എന്ന് യോജിച്ചിട്ട് ഓരോരുത്തരും അവനവൻ്റെ കയ്യിലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ അവനവൻ്റെ കയ്യിലുള്ള മാർക്കറ്റ് ഷെയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതെങ്കിലുമൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാരുതിയും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ സുസുക്കിയും അതേപോലെ ടൊയോട്ടയും അവർ ചെറിയ അലയൻസിലുള്ളത്. കാരണം നമുക്ക് പലപ്പോഴും കാണാം ഒരു കാറിൻ്റെ അതേ ഡിസൈന് മറ്റവരും ചെയ്യുന്നത്. പക്ഷേ മാരുതി ഒരിക്കലും അവരുടെ മാർക്കറ്റ് വിട്ടുകൊടുത്തിട്ടില്ല, ആ കസ്റ്റമേഴ്സിന് വിട്ടുകൊടുത്തിട്ടില്ല, ആ ഡിസൈനിങ് ഒക്കെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയൊരു ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ വിദേശ മാർക്കറ്റിൽ നമുക്ക് ഇറങ്ങാനുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ അതിൻ്റെ ചില റിസ്ക്കുകളൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നേരെ പോയിട്ട് വിദേശ രാജ്യത്തെ കമ്പനിയിൽ പോയിട്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ വേണ്ടത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ. എന്നാലും ഒരുപാട് റിസ്ക്കുകൾ കുറവാണ്. അതുപോലെ തന്നെ അവിടുത്തെ അവരുടെ ഇക്വിറ്റി നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഓപ്പറേഷനിൽ നമുക്കൊരു കൺട്രോൾ കിട്ടുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പാർട്ട്ണർഷിപ്പായിട്ടായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയിലെ ഷെയർ ആയിട്ടായിരിക്കും. ഏത് രൂപത്തിലായാലും ഡയറക്റ്റ് വിദേശത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതോടുകൂടി നമ്മളും ഒരു വിദേശ വ്യാപാരിയായി മാറാൻ തുടങ്ങാം. അവിടെ പോയി കച്ചവടം നടത്തുന്ന ഒരാളായി മാറും. ശരിക്ക് നമ്മൾ അവരെ ഷെയർ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു വിദേശ മാർക്കറ്റിൽ ഫോറിൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യാനുള്ള 5 ഓപ്ഷൻ. എക്സാമിന് ഒരു 20 മാർക്കിന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ മോഡ് ഓഫ് എൻട്രി ഇൻ ടു ഫോറിൻ മാർക്കറ്റ് വെച്ചാൽ ഈ 5 നമുക്കൊന്ന് വിശദീകരിച്ചിട്ട് 4-5 പേജ് എഴുതാൻ കഴിയണം. കാര്യം നമുക്ക് മനസ്സിലായി പിന്നെ അങ്ങ് എഴുതാമല്ലോ. നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ല. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടുന്ന് വിദേശത്തെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തിക്കുന്ന ഒരു ഇടനിലക്കാരില്ല എന്നർത്ഥം. ഇൻഡയറക്റ്റ് എക്സ്പോർട്ട് പറഞ്ഞാൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലോജിസ്റ്റിക് കമ്പനികളുണ്ട്, എക്സ്പോർട്ടിങ് എക്സ്പേർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവരെ ഏൽപ്പിച്ചാൽ അവർ നിശ്ചിത ശതമാനം ലാഭം നമുക്ക് തരും, അല്ലെങ്കിൽ അതിനൊരു പ്രൈസ് നമുക്ക് തരും. നമ്മൾ 100 രൂപയ്ക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഒരു 120 രൂപ നമുക്ക് തരും. പിന്നെ ഇവിടുന്ന് അത് വിദേശത്ത് കൊണ്ടുപോകലും അവിടെ വിൽക്കലും കസ്റ്റമേഴ്സിനെ കണ്ടെത്തലും അതൊക്കെ അവരേറ്റെടുത്തോളും. അതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. വെൻ ദ എക്സ്പോർട്ട് ആക്ടിവിറ്റീസ് ഡയറക്റ്റ്ലി carried with മാനുഫാക്ചറിനെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയാം. ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്ററി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങും പ്രൊമോഷനും ഷിപ്മെൻറ്റും ഫുള്ളും അതൊക്കെ മാനുഫാക്ചർ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ കൺട്രോൾ എല്ലാ സ്ഥലത്തുണ്ടാകും. ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്ററി ഏജൻസിനെ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോളില്ല, നമ്മൾ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ടച്ചില്ല. ഇവിടെ ആ വിഷയം പറയുന്നുണ്ട്, ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് ടച്ച് ഉണ്ട്. അതായത് ഒരു മിനിറ്റ്, ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് ഒരു ടച്ച് ഉണ്ട്, അവരായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഡയറക്റ്റ് എക്സ്പോർട്ടിലാവുമ്പോൾ. പക്ഷേ ഇൻഡയറക്റ്റിലാവുമ്പോൾ മാനുഫാക്ചറും കസ്റ്റമേഴ്സും തമ്മിൽ ഒരു ബന്ധമില്ല, കോണ്ടാക്റ്റ് ഇല്ല. കാരണം നമ്മളൊരു ഇൻ്റർമീഡിയറ്റിനെ ഏൽപ്പിച്ച് അവരാണ് പിന്നെ അവിടെ നമ്മൾ കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇതോടെ ഈ ഒരു 6ാമത്തെ യൂണിറ്റ് അവസാനിച്ചു. നെക്സ്റ്റ്